ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹിൽ സ്റ്റാർ ഷെൽട്ടിപ്പിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ മൊഡ്യൂൾ 1ൻ്റെ അകത്തെ പാർട്ട് 5 ആട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുവരെ പാർട്ട് 4 വരെ ചെയ്തിരുന്നു. അപ്പം നമ്മൾ മൊഡ്യൂൾ 1ൻ്റെ അകത്തെ യൂണിറ്റ് 1 ആട്ടോ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ഇത് 5ാമത്തെ ഭാഗമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്, അല്ല എത്ര തരത്തിൽ കോൺട്രാക്റ്റിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോസ് കാണാത്തവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. ഞാൻ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിൽ കിടക്കാം അല്ലേ. ഇപ്പം ആദ്യം തന്നെ നമുക്ക് ഒന്ന് നിങ്ങൾ ബുക്കും പേപ്പറും പേനയും എടുക്കണം കേട്ടോ. അല്ലെ നമ്മൾ ബുക്കിൽ എഴുതണമെങ്കിൽ ബുക്കും പേനയും എടുക്കണം കേട്ടോ. അതിൻ്റെ അകത്ത് ആദ്യമേ ഒരു ഹെഡിങ് എഴുതുക, ടൈപ്പ് ഓഫ് കോൺട്രാക്ട് എന്ന് എഴുതുക, ഓൺ ദ ബേസിസ് ഓഫ്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ എത്ര തരത്തിലാണ് നമ്മൾ കോൺട്രാക്റ്റിനെ തിരിച്ചേക്കണേ? 3 തരത്തിലാണ് അല്ലേ. അത് ഏതൊക്കെയാണ്? ഒന്ന് വാലിഡിറ്റി, അടുത്ത് ഫോർമേഷൻ, തേർഡ് പോയിന്റ് പെർഫോമൻസ്. ഇപ്പം ഈ 3 അടിസ്ഥാനത്തിലാണ് എന്താ കോൺട്രാക്റ്റിനെ തരം തിരിച്ചേക്കണേ എന്നാണ് പറയുന്നത്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഓർഡർ ചെയ്യണം. നമ്മുടെ ഉണ്ടോ ഓരോ ഇതിനും പോയിന്റ് ആയിട്ട് എഴുതുന്നുണ്ട്, നിങ്ങളത് നോക്കി എഴുതിയാൽ മതി. അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പക്ഷെ അതിൻ്റെ അകത്ത് അപ്പം ഇതാണ് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഓൺ ദ ബേസിസ് ഓഫ്, ഒന്ന് വാലിഡിറ്റി അല്ലെ എൻഫോഴ്സിബിലിറ്റി, ഫോർമേഷൻ, പെർഫോമൻസ്. അതിൽ വാലിഡിറ്റിയുടെ ബേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാലിഡ് കോൺട്രാക്ട് ഉണ്ട്, വോയിഡ് കോൺട്രാക്ട് ഉണ്ട്, വോയിഡബിൾ കോൺട്രാക്ട് ഉണ്ട്, ഇല്ലീഗൽ എഗ്രിമെന്റ് ഉണ്ട്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്സ് ഉണ്ട്. ഫോർമേഷന്റെ ബേസിസിൽ എക്സ്പ്രസ് കോൺട്രാക്ട് ഉണ്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട് ഉണ്ട്, കാഷി കോൺട്രാക്ട് ഉണ്ട്. ഇ കൊമേഴ്സ് കോൺട്രാക്ട് നിങ്ങൾക്ക് പഠിക്കാനില്ലാണ് തന്നെ. അപ്പം നിങ്ങൾക്ക് ഈ കൊമേഴ്സ് കോൺട്രാക്ട് പഠിക്കാനില്ല കേട്ടോ. നിങ്ങളിത് പഠിക്കേണ്ട, നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ ഇത് കാണൂല. അപ്പം നിങ്ങൾ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്യുമ്പോൾ ഇത് എഴുതണ്ട കേട്ടോ, ഈ പോയിന്റ് എഴുതണ്ട, ഈ 3 പോയിന്റ് മാത്രമേ എഴുതാൻ കേട്ടോ. പിന്നീട് ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിച്ച് വരുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം. പിന്നെ പെർഫോമൻസിന്റെ ബേസ് എക്സിക്യൂട്ടർ കോൺട്രാക്ട് ഉണ്ട്, എക്സിക്യൂട്ടറി കോൺട്രാക്ട് ഉണ്ട്, യൂണിലാറ്ററൽ കോൺട്രാക്ട് ഉണ്ട്, ബയലാറ്ററൽ കോൺട്രാക്ട് ഉണ്ട്. അത് എക്സിക്യൂട്ടറി കോൺട്രാക്ടിന്റെ തന്നെ 2 ഭാഗങ്ങളാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വരും വീഡിയോസ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ വാലിഡ് കോൺട്രാക്ട് എന്താന്ന് നോക്കാം അല്ലേ. വാലിഡ് കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം. എന്താ നമ്മളുടെ എല്ലാ എസെൻഷ്യൽ എലമെന്റ്സും എഗ്രിമെന്റും അതിന്റെ എൻഫോഴ്സിബിലിറ്റി ബൈ റൂൾ അല്ല എൻഫോഴ്സിബിലിറ്റി ബൈ ലോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഫുൾഫിൽഡ് ചെയ്തേക്കുന്നതായിരിക്കും ഒരു വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ആൻ എഗ്രിമെന്റ് വിച്ച് ഈസ് ബൈൻഡിങ് ആൻഡ് എൻഫോഴ്സിബിൾ ഈസ് എ വാലിഡ് കോൺട്രാക്ട്. ഇറ്റ് contain all the essential element of valid contract. ഇപ്പൊ എന്തൊക്കെയാണ് വാലിഡ് കോൺട്രാക്ടിന് എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാ എസെൻഷ്യൽ എലമെന്റ്? കാണാത്തവർ നേരത്തെ വീഡിയോസ് ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കും കേട്ടോ. അപ്പൊ അതിന്റെ അകത്ത് പറഞ്ഞത് എന്തൊക്കെയാണ് എസെൻഷ്യൽ എലമെന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കിയേ, ആൻ എഗ്രിമെന്റ് എൻഫോഴ്സ്ഡ് ബൈ ലോ ഇറ്റ് is a valid contract. An agreement become a contract when it satisfies all the essential features required for the contract. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലും പറയാം കേട്ടോ. നേരത്തെ പറഞ്ഞ രീതി വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോളൂ. ഇതിങ്ങനെ പഠിച്ചാലും മതി, ഇത് കറക്റ്റാണ്. ഇതുപോലെ തന്നെ പക്ഷെ ഇച്ചിരി സെന്റൻസ് വ്യത്യാസത്തിൽ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ആൻ എഗ്രിമെന്റ് വിച്ച് ഈസ് ബൈൻഡിങ് ആൻഡ് എൻഫോഴ്സിബിൾ. ബൈൻഡിങ്ങിന്റെ സ്പെല്ലിങ് BINDING ആൻഡ് എൻഫോഴ്സിബിൾ ഈസ് എ വാലിഡ് കോൺട്രാക്ട്. അപ്പം ആൻ എഗ്രിമെന്റ് വിച്ച് ഈസ് ബൈൻഡിങ് ആൻഡ് എൻഫോഴ്സിബിൾ ഈസ് എ വാലിഡ് കോൺട്രാക്ട്. ഇറ്റ് കണ്ടെയ്ൻ ഓൾ ദ എസെൻഷ്യൽ എലമെന്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. അല്ല നിങ്ങൾക്ക് ഇത് പഠിച്ചാലും മതി കേട്ടോ. എനിക്ക് ഇച്ചിരി എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞ പോയിന്റ് ഈസി ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞോന്നുള്ളൂ. നിങ്ങൾക്ക് ഇതാ ഇഷ്ടം എളുപ്പമെങ്കിൽ അത് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നതല്ല കേട്ടോ. വാലിഡ് കോൺട്രാക്ടിനെ നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ എഴുതിയിട്ട് ഈ വാലിഡ് കോൺട്രാക്ടിനെ ഇവിടെ ഇച്ചിരി ഒരു സ്പേസ് ഇട്ടിട്ട് എവിടെയെങ്കിലും ചെറിയ കോളത്തിലോ വാലിഡ് കോൺട്രാക്റ്റിൽ എന്താണ് എല്ലാ എസെൻഷ്യൽ എലമെന്റും ഉണ്ടായിരിക്കണം. നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചാലും മതി, കാരണം വായിക്കുമ്പോൾ പെട്ടെന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം. എല്ലാ എസെൻഷ്യൽ എലമെന്റും അടങ്ങിയിരിക്കുന്നതാണ് എന്താ വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വോയിഡ് കോൺട്രാക്ട് ആണ്. വോയിഡ് കോൺട്രാക്ട് നമ്മുടെ ടെസ്റ്റില് ഫസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. വോയിഡ് എഗ്രിമെന്റ് ആണ് തന്നെ. വോയിഡ് കോൺട്രാക്ട് ഇതാണ്. വോയിഡ് കോൺട്രാക്ട് സെക്ഷൻ 2 ക്രോസ് ജയിൽ പറഞ്ഞ എന്താണ്? പ്രൊവൈഡ് ദാറ്റ് എ കോൺട്രാക്ട് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സ്ഡ് ബൈ ലോ become void when it ceases to be enforceable. This refers to a situation where the contract which was
Original valid later become invalid. For example, valid contract entered into with a foreign nation may later become invalid if the India declare war with the nation. ഇപ്പൊ വോയിഡ് കോൺട്രാക്ട് എന്താണ് നമ്മളുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഈ സെന്റൻസ് ഇച്ചിരി ഇതാണ് ഇതിന്റെ പോയിന്റ്. ഇത് ഓർത്തിരിക്കണം. പിന്നെ അങ്ങോട്ടുള്ള നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ഐഡിയ നിങ്ങൾക്ക് ഓൺ വേഴ്സ് ചെയ്താൽ. അപ്പം എന്താണ് വോയിഡ് അഗ്രിമെന്റ് വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്? അതിലെന്നായാലും വോയിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിലെ എസൻഷ്യൽ എലമെന്റ്സ് ഇല്ല. പിന്നെ നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാം. നിങ്ങൾ ഉദാഹരണം എഴുതി വെച്ചോ. നമ്മൾ ടെസ്റ്റ് കിടക്കുന്ന ഉദാഹരണം തന്നെയാണ്. ഇപ്പം നമ്മൾ ഇന്ത്യയിലുള്ള സിറ്റിസൺ ആണല്ലോ. അപ്പം നമ്മളൊരു വേറൊരു ഫോറിൻ നേഷനായിട്ട് നമ്മളൊരു ബിസിനസ്സിലേക്ക് നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തു. അന്നേരം അതെന്നായിരുന്നു വാലിഡ് കോൺട്രാക്റ്റ് ആണ് അല്ലേ? കാരണം എന്താണ്, രണ്ട് പേര് തമ്മിൽ കോൺട്രാക്റ്റ് നടത്തി ഒരു കുഴപ്പമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം നമ്മൾ ഡെലിവറി ഒക്കെ ചെയ്യാൻ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഫുൾഫില്ലായി വന്ന് ഡെലിവറി ഒക്കെ ചെയ്യാനാകുമ്പോഴത്തേനും ഇന്ത്യ ഡിക്ലെയർ ചെയ്യുന്നു എന്താ, ആ നേഷനായിട്ട് വാർ ഡിക്ലെയർ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് അവരാരായി? ഏലിയൻ എനിമി ആയി അല്ലേ? അല്ലെ ഫോറിൻ എനിമീസ് ആയി. അപ്പം അവര് നമുക്ക് ശത്രുക്കളായി, ആ രാജ്യവും നമ്മളും ശത്രുക്കാരായി. അപ്പം നമുക്ക് അവരുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺട്രാക്റ്റ് ഇൻവോൾവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതെന്താവും? വോയിഡ് കോൺട്രാക്റ്റ് ആവും. എന്താ വെച്ചാൽ നമ്മള് കോൺട്രാക്ട് ചെയ്ത സമയത്ത് എന്തായിരുന്നു? അതാ വാലിഡ് കോൺട്രാക്റ്റ് ആയിരുന്നു. പക്ഷെ അത് നമ്മൾ എൻ്റർ ചെയ്യുന്നത് എൻഫോഴ്സിബിൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? എൻഫോഴ്സിബിൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അവര് നമ്മുടെ എനിമീസ് അല്ലെ ഇന്ത്യ ആ രാജ്യവുമായി വാർ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ശത്രുക്കാരുമായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ കരാരങ്ങളോ അല്ലെങ്കിൽ കോൺട്രാക്റ്റുകളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മള് അത് പിൻവലിച്ചു, അല്ലെങ്കിൽ ഓയുടെ കോൺട്രാക്ട് ആയിട്ട് പിന്തള്ളിപ്പോയി എന്നാണ് പറയുന്നത്. ഇനി ഓയുടെ കോൺട്രാക്ട് പറഞ്ഞപ്പോഴാണ് ഓയുടെ എഗ്രിമെന്റ് കാര്യം ഓർത്തത്. അപ്പൊ ഓയുടെ എഗ്രിമെന്റ് എന്താന്ന് നോക്കാം അല്ലെ? ഓയുടെ എഗ്രിമെന്റ് വെച്ചാൽ ആൻ എഗ്രിമെന്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. എന്താ ഒരു എഗ്രിമെന്റ് ലോ എൻഫോഴ്സിബിൾ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഇച്ചിരി മുമ്പ് ഓയുടെ കോൺട്രാക്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ, എങ്കിലും ഒന്നുകൂടെ ഓർമ്മ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും കൂടി പറഞ്ഞാണ്. If the agreement could not be enforced through the court, then the agreement is void. ഇപ്പം നമുക്ക് എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ചെയ്താൽ മാത്രമാണ് അല്ലെ എന്താ കോൺട്രാക്ട് ആവും. നമ്മൾ പഠിച്ചു കോൺട്രാക്ടിന്റെ ഇതെന്താ? കോൺട്രാക്ട് ഈക്വൽ ടു എ പ്ലസ് സി, സി ഈക്വൽ ടു എ പ്ലസ് സി. എ പ്ലസ് സിയും കൂടി വന്നാലാണ് എന്താ കോൺട്രാക്ട് ആവുള്ളൂ. എ മാത്രം വന്നാൽ അവിടെ എന്നായി പോവും? സി മൈനസ് സി അല്ലെ? കോൺട്രാക്ട് എൻഫോഴ്സിബിലിറ്റി ഇല്ലെങ്കിൽ അത് എന്ത് മാത്രമാണ്? വേറെ എഗ്രിമെന്റ് മാത്രമായിട്ട് തന്നെ നിൽക്കും. അപ്പൊ അതെന്താവും? വോയിഡ് ആവും കേട്ടോ. സച്ച് അഗ്രിമെന്റ്സ് ആർ വോയിഡ് അബ് ഇനീഷ്യോ. അങ്ങനെയുള്ള എന്താണ് എൻഫോഴ്സിബിൾ ബൈ ലോ ചെയ്യാത്ത കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ് എന്താവും? അത് വോയിഡ് അബ് ഇനീഷ്യോ എന്ന് വെച്ചാൽ തുടങ്ങുമ്പോൾ തന്നെ അത് എന്താവും? വോയിഡ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ബിഗിനിങ് തന്നെ അത് ഉദാഹരണമാണ് ഇത് പറയുന്നത്. എഗ്രിമെന്റ് എൻറ്റേഡ് വിത്ത് മൈനർ ഓർ എഗ്രിമെന്റ് എൻറ്റേഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. ഇപ്പൊ നമ്മൾ എഗ്രിമെന്റ് എടുത്തോണം ആരായിട്ടാ? ഒരു മൈനറായിട്ട് 18 വയസ്സിൽ താഴെ ഒരു കുട്ടിയായിട്ട് നമ്മളൊരു എഗ്രിമെന്റ് എടുത്തോണം. എന്താ ഒരു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ വണ്ടി വിൽക്കണ ആരെയാണെന്ന് വിചാരിച്ചോ, ഒരു എഗ്രിമെന്റ് എടുത്തി. അപ്പൊ മൈനറായ ആളായിട്ട് എഗ്രിമെന്റ് എടുത്തുകൊണ്ട് എന്താവില്ല, അത് വാലിഡ് ആവില്ല. കാരണം എന്നാ അവിടെ കപ്പാസിറ്റി ഓഫ് ദ പാർട്ടി വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസിനെ കുറിച്ചൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പം വോയിഡ് എഗ്രിമെന്റ് ആയി മാറും. അപ്പൊ അതെന്താ തുടക്കത്തിൽ തന്നെ അത് എൻഫോഴ്സിബിൾ അല്ല, ലോ എൻഫോഴ്സിബിൾ ചെയ്യില്ല. മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ വോയിഡ് എഗ്രിമെന്റ്. ജസ്റ്റ് വായിച്ചു നോക്കി മനസ്സിലാവും കേട്ടോ. ഇനി അടുത്ത പോയിന്റ് വോയിഡബിൾ എഗ്രിമെന്റ് എന്താണ്? വോയിഡ് എഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് നമുക്ക് ഞാൻ പറയാമെങ്കിൽ ഇപ്പൊ എയും ബിയും ഉണ്ടെന്ന് വിചാരിക്കാം. എ ബിയിനോട് പറഞ്ഞു എന്റെ വണ്ടി ഞാൻ നിനക്ക് 2 ലക്ഷം രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു. അപ്പൊ ബി അത് സമ്മതിച്ചു. എ ബിക്ക് വണ്ടി കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ബി എക്ക് 2 ലക്ഷം രൂപ പറഞ്ഞതാണ്. അപ്പൊ 2 ലക്ഷം രൂപയും കൊടുത്തു. വിശ്വാസത്തിന്റെ പേരുമേ 2 ലക്ഷം കൊടുത്തു. 2 ലക്ഷം കൊടുത്തു കഴിഞ്ഞിട്ട് എ പക്ഷെ വണ്ടി കൊടുത്തില്ല. എ വണ്ടി കൊടുക്കാത്തപ്പോ അതെന്താവൂല? വോയിഡ് ആവൂല, വാലിഡ് ആവൂല അല്ലെ? കാരണം എന്നാ അവിടെ കോൺട്രാക്ട് നടന്നില്ല. അപ്പൊ ഒന്നെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കണം, അല്ലെ പൈസ വണ്ടി കൊടുക്കണം. ആർക്കാ? ബിക്ക് കൊടുക്കണം അല്ലെ? അപ്പം ഏത് രണ്ടും ചെയ്തില്ലെങ്കിൽ എന്താവൂല? അത് വോയിഡബിൾ അല്ല, വാലിഡ് കോൺട്രാക്ട് ആവില്ല. എന്നിരിക്കലും നമുക്ക് ഇപ്പൊ വിചാരിക്കാം, നമ്മള് ഈ ഉദാഹരണം നിൽക്കുക. വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ എനിക്ക് 2 വണ്ടി ഉണ്ടായിരുന്നു. ഒരു മാരുതി ഉണ്ടായിരുന്നു,
ഒരു ബെൻസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളോട് ഒരാളോട് ഞാൻ പറയുന്നു, എൻ്റെ വണ്ടി ഞാൻ വിൽക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു 5 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു 50,000 രൂപയ്ക്കാണെങ്കിൽ ഞാൻ എൻ്റെ വണ്ടി വിൽക്കാമെന്ന് പറയുന്നു. അപ്പം നിങ്ങളത് സമ്മതിക്കണോ? അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഏതാ? എന്ത് വണ്ടിയായിരിക്കും? നിങ്ങൾ വിചാരിച്ചത് ബെൻസ് വണ്ടി ഞാൻ വിൽക്കാൻ പോണേ 50,000 രൂപയ്ക്ക്. അപ്പം നിങ്ങൾ കോൾ അടിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ സമ്മതിച്ചു. ഞാൻ വിചാരിച്ചതാ മാരുതിയാ. അപ്പം കോൺട്രാക്റ്റൊക്കെ എൻ്റർ ആയി വന്നപ്പോഴാണ് മനസ്സിലായത് എന്ത്, അത് മിസ്റ്റേക്ക്, നിങ്ങളെ കളിപ്പിച്ചാണ് ഞാൻ. ഞാൻ നിങ്ങളെ മിസ്റെപ്രസെന്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഞാൻ എന്തിലോട്ട് വന്നത്, ഈ കോൺട്രാക്റ്റിൽ ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് തീരുമാനിക്കും ഇത് വാലിഡായിട്ട് കൊണ്ടുപോകണോ വേണ്ടിയാണോ. അപ്പൊ കരാറൊക്കെ നടത്തി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ മാരുതിയാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നത്. അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താ, ആ വണ്ടി സ്വീകരിക്കണോ വേണ്ടിയോ, ഞാൻ ഈ അഗ്രിമെന്റ് ചെയ്യണോ വേണ്ടിയോ എന്ന്. നിങ്ങൾ ഈ അഗ്രിമെന്റ് ചെയ്യണോ വേണ്ടിയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? ഈ എല്ലാം കൂടി പറഞ്ഞപ്പോൾ ഒരു അവിയൽ പരിപാടി മാറിയോ നിങ്ങൾക്ക്? ഞാൻ ഒന്നോടും പറഞ്ഞുതരാം. ഓരോ അഗ്രിമെന്റ് ഞാൻ ഇതിൽ എഴുതിയേക്കണം പറഞ്ഞുതരാം. ആൻ അഗ്രിമെന്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ at the option of one or more of the parties thereto, but not at the option of others is a word. An agreement enforced by law ചെയ്യണോ വേണ്ടോ എന്ന് ആൾക്ക് തീരുമാനിക്കുക, ഒരാൾക്ക് തീരുമാനിക്കും. ഇപ്പൊ 2 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് തീരുമാനിക്കാതെ എഗ്രീഡ് ചെയ്യണോ, എഗ്രിമെന്റ് എൻഫോഴ്സ്ഡ് ബൈ ലോ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. പക്ഷെ മറ്റാൾക്ക് ആ ഓപ്ഷൻ ഉണ്ടാവില്ല ഓഡിബിൾ അഗ്രിമെന്റില്. മനസ്സിലായോ? ഇതിന് ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇഫ് എ പേഴ്സൺ ത്രെഡഡ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഹി ക്യാൻ ലേറ്റർ either treated the contract as a valid and stated still the person has the. ഇതിൽ പറഞ്ഞ ഉദാഹരണം ഏത് വെച്ചാ കൊയേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങളുടെ സ്ഥലം അല്ലെ, നിങ്ങൾ എ വെച്ച് പറയാം. എ എന്നൊരാള് ബി എന്നൊരാളിനെ, ഇപ്പം എ പറഞ്ഞു നിന്റെ എനിക്ക് വീട് ഒരു 2 ലക്ഷം രൂപയ്ക്ക് തരണമെന്ന് പറഞ്ഞു. തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും, വെടിവെക്കൂന്ന് എ പറഞ്ഞു. അല്ലെങ്കിൽ 2 അടിയൊക്കെ കൊടുത്തിട്ട് ബിക്ക് 2 അടിയും 3 ചവിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം ബിയോട് പറഞ്ഞു മനേക്ക് നിന്റെ വീട് എനിക്ക് എത്ര രൂപയ്ക്ക് തരണം, 2 ലക്ഷം രൂപയ്ക്ക് തന്നേക്കണം എന്ന് പറഞ്ഞു, നിങ്ങളെ തരണം. അപ്പൊ ബി എനെ പേടിച്ചിട്ട് കോൺട്രാക്ട് എൻ്റർ ചെയ്തു. കോൺട്രാക്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ലോ എടുത്തു വന്നു. അപ്പം കോൺട്രാക്ട് ചെയ്യാൻ സമയത്ത് ബിയുടെ പൂർണ്ണ മനസ്സോടെയാണോ ചെയ്തത്? അല്ല. പിന്നീട് അപ്പം എ ഇവിടെ നിന്നൊക്കെ പോയ ശേഷം ബി സപ്പോർട്ടൊക്കെ ചെയ്ത് ആൾക്കാരുടെ കൂടെ സപ്പോർട്ടൊക്കെ എടുത്ത് എന്ത് പറഞ്ഞു, ഈ അഗ്രിമെന്റ് ഈ കോൺട്രാക്ട് ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് പിന്നെ അവിടെ വല്ല വാലിറ്റി ഉണ്ടോ? ഇല്ലല്ലേ. കാരണം എന്നാ, ബി പറഞ്ഞു ഞാൻ എൻ്റെ വീട് 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കണില്ല, എ എന്നെ ഭീഷണിപ്പെടുത്തിയാണ് അല്ലെങ്കിൽ കൊയേഷൻ മൂലമാണ് എൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങാൻ ശ്രമിച്ചത്. അപ്പൊ എനിക്ക് ഈ കോൺട്രാക്ട് ചെയ്യാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീടിന് ഒരു 10 ലക്ഷം രൂപ അല്ലെ 12 ലക്ഷം രൂപ തരുവാണെങ്കിൽ എന്താ, എൻ്റെ വീട് ഞാൻ വിൽക്കാം എന്ന് ബി പറയുന്നു. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ. ഇനി അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ, അവിടെ എൻഫോഴ്സ്ഡ് ബൈ ലോ ഇല്ലാന്ന് തന്നെ മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ഈസ് വൺ വിച്ച് cannot be enforced in court because of the technical defect. ടെക്നിക്കൽ ഡിഫക്റ്റ് മൂലം എന്താ കോർട്ട് എൻഫോഴ്സിബിൾ ചെയ്യുന്നില്ല. എന്താ ഈ കോൺട്രാക്ട് എൻഫോഴ്സിബിൾ ചെയ്യുന്നത് എന്ത് മുഖേന? ടെക്നിക്കൽ ഡിഫക്റ്റ്. ഉദാഹരണത്തിന് certain type of contract can be produced in a court of law is an evidence only if the offence and the sufficient stamps are registered according to the provision of the Registered Act. However, the contract cannot be treated as valid. ഇപ്പം നമ്മൾ ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യണമെങ്കിൽ എന്താണ്, ഒരു സർട്ടൺ ടൈപ്പ് ഓഫ് കോൺട്രാക്ടിന് എന്ത് വേണം? കോർട്ട് ഓഫ് ലോ എവിഡൻസ് വേണം. ആ എവിഡൻസ് എന്താണ്? ഓൺലി ഇഫ് ദ അഫൻസ് വിത്ത് സഫിഷ്യന്റ് സ്റ്റാമ്പോ ഒരു രജിസ്ട്രേഷനോ വേണം. അതില്ലാതെ വന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ആക്ടിന്റെ പ്രൊവിഷന് എതിരാണ്. അപ്പൊ എന്താവൂല, അത് വാലിഡ് ആവൂല, അതിന്റെ വോയിഡ് ആവും. അപ്പൊ അവിടെ എന്നാവും, അത് അൺഎൻഫോഴ്സിബിൾ കനോട്ട് ഡീറ്റെയിൽസ് ആണ്. അങ്ങനെയുള്ളതിനെ വോയിഡ് ആയിട്ട് കൂട്ടാൻ പറ്റൂല എന്നാണ്. ബിക്കോസ് ദർ മേ ബി എ ഓപ്ഷൻ ലോ ടു ക്യൂർ ദിസ് ഡിഫക്റ്റ്. ഈ ഡിഫക്റ്റ് മാറ്റാൻ ഒരു ലോ കോർട്ടിനുണ്ടായിരിക്കും. അതുകൊണ്ട് അത് വോയിഡായി മാറില്ല, പക്ഷെ അത് എന്താവും, അൺഎൻഫോഴ്സിബിൾ ആവും. അതിന് പകരമായിട്ട് എന്താ പെനാൽറ്റി ഒക്കെ അടിച്ചിട്ടുണ്ടാവും. സ്റ്റാമ്പ് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ എന്തോ നീ പെനാൽറ്റി അടിച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ അത് എൻഫോഴ്സിബിൾ ആയി മാറും.
അപ്പം നിങ്ങൾ ചുരുക്കത്തിൽ ഇത്ര മനസ്സിലാക്കുക വെച്ചാൽ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ എൻഫോഴ്സിബിൾ ഇല്ല, എൻഫോഴ്സിബിൾ ബൈ ലോ ഇല്ല എന്നാണ് അർത്ഥം. അത് എന്ത് മുഖേനാണ്? ടെക്നിക്കൽ ഡിഫക്റ്റ് മുഖേനാണ്. അല്ല അണ്ടർ കൊയേഷനോ മിസ്റ്റേക്കോ മിസ്റെപ്രസെന്റോ അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് ദ പാർട്ണറോ എഗ്രിമെന്റ് ഇല്ലായ്മയോ അതൊന്നുമല്ല കേട്ടോ. എന്താണ്? ഒരു ടെക്നിക്കൽ ഡിഫക്റ്റ് ആണ്. ഓർത്തോണ ടെക്നിക്കൽ ഡിഫക്റ്റ്. ഓക്കെ. ഇനി ഇല്ലീഗൽ എഗ്രിമെന്റ് എന്താ നോക്കാം. ഇല്ലീഗൽ എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, ഒരു ക്രൈമിന് നേച്ചറുള്ള എഗ്രിമെന്റോ അല്ലെങ്കിൽ ഇമ്മോറൽ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് പോളിസിന് എതിരായിട്ടുള്ള എഗ്രിമെന്റ് നടത്തുന്നതിന് നമ്മൾ ഇല്ലീഗൽ എഗ്രിമെന്റ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടാന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു ക്രിമിനൽ മൈൻഡ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ എ എന്നാൽ നമുക്ക് ഈ ഉദാഹരണം തന്നെ എടുക്കാം. എ എന്നാൽ ബി ആളോട് പറയുന്നു, എനിക്ക് ഒരു എത്രയാ ഒരാളെ കില്ല് ചെയ്യണം എന്ന് പറയുന്നു. എ പറഞ്ഞു, എ ബിനോട് പറഞ്ഞു എനിക്ക് കെനെ കില്ല് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ബി പറഞ്ഞു ഞാൻ നിനക്ക് കില്ല് ചെയ്ത് തരാം, പക്ഷെ എനിക്ക് നിന്റെ വീട് എനിക്ക് തരണം എന്ന് പറയുന്നു. ഇവിടെ വാലിഡിറ്റി ഉണ്ടോ? ഇല്ല. കാരണം എന്താ, ഇവിടെ ഈ അഗ്രിമെന്റ് നടന്നത് എന്തിനാണ്? അല്ലേ പറയുന്നു. ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. എ എന്നാൽ ബി എന്നൊരാളോട് പറഞ്ഞു, ബി എ എനിക്ക് എനെ കില്ല് ചെയ്യണം. അപ്പൊ കേനെ കില്ല് ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ എൻ്റെ വീട് നിനക്ക് 2 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറയുന്നു. അപ്പൊ ബി പറഞ്ഞു ഓക്കെ, നിനക്ക് ഞാൻ കേനെ കൊന്നു തരാം, എനിക്ക് പക്ഷേ വീട് 2 ലക്ഷം രൂപയ്ക്ക് തരാൻ എനിക്ക് അത്ര സമ്മതമാണ് പറയുന്നു. അപ്പം ബി കേനെ കൊന്നു കഴിഞ്ഞിട്ട് എ ബിക്ക് ഈ വീട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോൺട്രാക്ട് ആയിരിക്കുമോ? അല്ല. കാരണം എന്നാ, ഇത് ഇല്ലീഗൽ എഗ്രിമെന്റ് ആണ്. എഗ്രിമെന്റ് തുടങ്ങിയപ്പോൾ തന്നെ എന്തായി, അത് ഇല്ലീഗലായി മാറി. കാരണം എന്താണ്, ഇതൊരു ക്രൈം നേച്ചർ ഉണ്ടായോണ്ട. ഇനി ഇത് നേരെ തിരിച്ചു വേറെ കാര്യത്തിന്, നമ്മുടെ സമൂഹത്തിൽ ചേരാൻ പറ്റില്ലാത്തയോ അല്ലെ നമ്മുടെ സമൂഹത്തിന് എതിരായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഈ വീട് വാടകയ്ക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. എ ബിക്ക് ഈ വീട് ഇല്ലീഗലായിട്ടൊരു ബിസിനസ് നടത്താൻ വേണ്ടി വാടകയ്ക്ക് കൊടുത്തു. അപ്പൊ അത് കോൺട്രാക്ട് ആവോ? ഇല്ല. കാരണം എന്നാ, അത് നമ്മുടെ പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് എതിരായിട്ടുള്ള കാര്യമായതുകൊണ്ട് എന്താവില്ല, അത് കോൺട്രാക്ട് ആവില്ല. അത് എന്ത് മാത്രം ആവുള്ളൂ, ഇല്ലീഗൽ എഗ്രിമെന്റ് ആവുള്ളൂ കേട്ടോ. ഇനി അടുത്ത പോർഷനിൽ നമ്മൾ പാർട്ട് 6ന്റെ അകത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് എഗ്രിമെന്റ് ആൻഡ് ഇല്ലീഗൽ എഗ്രിമെന്റ് ചർച്ച ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുവരെ എല്ലാ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കും. ഇത്ര വേണം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. ഡൗട്ട് ഞാൻ കമന്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞു തരാൻ സാധ്യത കുറവായിരിക്കും. നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലോ നമ്മുടെ സെക്കൻഡ് സെമിസ്റ്ററിന്റെ വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്റർ നമ്മുടെ ഈ ബുക്ക് തീരുമ്പോൾ നമ്മൾ കമന്റ് എല്ലാം എടുത്തിട്ടൊരു ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞാനത് വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്തി പറയുന്നതായിരിക്കും. ഇനി ടൈം കിട്ടില്ലെങ്കിൽ കമന്റിൽ തന്നെ ഇട്ട് തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ ഇത്ര ഇന്നത്തെ ഇതില്. ഇനി അടുത്ത ഇതില് നമ്മൾ ഫോർമേഷനും പെർഫോമൻസും ഒക്കെ വെച്ചിട്ടുള്ള ബേസിസിൽ പഠിക്കുന്നുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓയിൽ എഗ്രിമെന്റ് അങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ഡിഫറൻസിനൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുവരിക. നമ്മുടെ വീഡിയോയുടെ ടൈം സെക്കൻഡ് സെമിസ്റ്റർ ബികോമിന്റെ ടൈം എന്ന് പറയുന്നത് വ്യാഴാഴ്ച രാവിലെ 9 മണിയായിരിക്കും കേട്ടോ. ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും. ഇനി അഥവാ അന്ന് ഫെയിലായ 9 മണിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം തന്നെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇടുന്നതായിരിക്കും കേട്ടോ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും വ്യാഴാഴ്ച തന്നെ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ താങ്ക് യു.